ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത് ബിടെക് 2019 സ്കീമിൻ്റെ തേർഡ് സെമസ്റ്ററിലുള്ള നമ്മളുടെ മാത്തമാറ്റിക്സ് കോഴ്സായ അതായത് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആൻഡ് കോംപ്ലക്സ് അനാലിസിസ് എന്ന് പറയുന്ന കോഴ്സിൻ്റെ നാലാമത്തെ മോഡ്യൂളാണ്. നാലാമത്തെ മോഡ്യൂൾ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ മോഡ്യൂളാണ്. അപ്പം ഇതിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് വെച്ചാൽ ലൈൻ ഇൻ്റഗ്രൽസിനെ പറ്റിയിട്ടാണ്. അപ്പം നമ്മളൊരു കോംപ്ലക്സ് ഡെഫിനറ്റ് ഇൻ്റഗ്രൽ നമ്മൾ ലൈൻ ഇൻ്റഗ്രൽ എന്നാണ് നമ്മൾ അതിനെ പറയാറ്. അതിന് നമ്മൾ എഴുതുന്ന രീതിയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. സിമ്പിളായിട്ട് ഇൻ്റഗ്രൽ സി എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ്. നമുക്കറിയാം എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ്. അതിന് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ വരെ, അതായത് കഴിഞ്ഞ ചാപ്റ്ററിൽ വരെ എഫ് ഓഫ് ഇസഡിൻ്റെ വാല്യൂ ഡബ്ല്യു ആയിരുന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഇസഡിൻ്റെ ഫംഗ്ഷനാണ് dz. ദാറ്റ് മീൻസ് ഇൻ്റഗ്രൽ എഫ് ഓഫ് ഇസഡ് ടേക്കൺ ഓവർ എ കർവ് സി. ഒരു കർവ് ഉണ്ട് സി, ആ സിയിലൂടെ ആയിരിക്കും ഈ എഫ് ഓഫ് ഇസഡ് ഫംഗ്ഷൻ്റെ മുന്നോട്ടുള്ള പോക്ക്. ദ കർവ് സി ഈസ് പാരാമെട്രിക്കലി റിട്ടൺ ആസ് ഇസഡ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി പ്ലസ് ഐ വൈ ഓഫ് ടി. ഈ കർവിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് പാരാമെട്രിക്കലി ഇങ്ങനെ. ഇസഡ് ഓഫ് ടി എന്ന് പറയുന്നത് എക്സ് ഓഫ് ടി പ്ലസ് ഐ വൈ ഓഫ് ടി ആണ്. അപ്പം തീർച്ചയായിട്ടും ഇതൊരു കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ ആയതുകൊണ്ട് ഇവിടെ ആരൊക്കെയുണ്ട്? ഒരു ഇമാജിനറി പാർട്ടും ഉണ്ട്, ഒരു റിയൽ പാർട്ടും ഉണ്ട്. ഓക്കെ, അപ്പം ഇൻ്റഗ്രൽ സി എഫ് ഓഫ് ഇസഡ് ഡി ഇസഡിനെയാണ് നമ്മൾ ലൈൻ ഇൻ്റഗ്രൽസ് എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആദ്യം തന്നെ നോക്കാം. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ കോൺസ്റ്റൻറ്റുകൾ വന്നാൽ നമ്മൾ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രൽ സി k1 f1 ഓഫ് ഇസഡ് പ്ലസ് k2 f2 ഓഫ് ഇസഡ് ഡി ഇസഡ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് വേണം? ആദ്യം ഈ f1 ഓഫ് ഇസഡിൻ്റെ കൂടെ കിടക്കുന്ന കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള k1നെ ഇൻ്റഗ്രലിൻ്റെ പുറത്തെടുക്കുക. അതേപോലെ f2 ഓഫ് ഇസഡിൻ്റെ കൂടെ കിടക്കുന്ന k2നെ ഇൻ്റഗ്രലിൻ്റെ പുറത്തെടുക്കുക. അപ്പം നമുക്ക് k1 ഇൻ്റഗ്രൽ സി f1 ഓഫ് ഇസഡ് ഡി ഇസഡ് പ്ലസ് k2 ഇൻ്റഗ്രൽ സി f2 ഓഫ് ഇസഡ് ഡി ഇസഡ് എന്ന് കിട്ടും. ഇപ്പോൾ കോൺസ്റ്റൻസ് വന്നാൽ നമുക്ക് ഇൻ്റഗ്രലിനെ പുറത്തെടുക്കാം. നമ്മളത് പണ്ട് തൊട്ടേ പഠിക്കുന്ന ഒരു കോൺസെപ്റ്റാണ്. ഇവിടെയും പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ സംസാരിക്കുന്നത്. ഇനി അടുത്ത പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഇൻ്റഗ്രൽ z0 ടു z1 എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ z1 ടു z0 എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ്. മൈനസ് ഉണ്ട് കേട്ടോ, ഇവിടെ മൈനസ് ഓഫ് ഇൻ്റഗ്രൽ z1 ഓഫ് ടു z0 എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ്. അതായത് നമ്മൾ ഇവിടുത്തെ ലിമിറ്റ് എന്ന് പറയുന്നത് z0 തൊട്ട് z1 വരെ ആയിരുന്നെങ്കിൽ നമ്മൾ ലിമിറ്റ് ചേഞ്ച് ചെയ്യാൻ നമ്മൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലിമിറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാം. പക്ഷേ അതിൻ്റെ കൂടെ പുറത്തൊരു നെഗറ്റീവ് സൈനും കൂടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ z0 ടു z1 മാറി എന്തായി മാറും? z1 ടു z0 ആയിട്ട് മാറും. ഓക്കെ, അതായിരുന്നു നമ്മൾ സെക്കൻഡ് പ്രോപ്പർട്ടി. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ഇൻ്റഗ്രൽ സി എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം കർവ് സിയിൽ. നമുക്കതിനെ രണ്ട് കർവിൻ്റെ സമ്മായിട്ട് നമുക്ക് മാറ്റാനായിട്ട് പറ്റും. ഇവിടെ C2 എന്നുണ്ട് കേട്ടോ. അതായത് ഇൻ്റഗ്രൽ C1 എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് പ്ലസ് ഇൻ്റഗ്രൽ C2 എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ്. അപ്പോൾ രണ്ട് കർവിൻ്റെ സമ്മായിട്ട് നമുക്ക് ഈ ഇൻ്റഗ്രൽ സീനെ കാണാനായിട്ട് സാധിക്കും. ചിലപ്പം മൂന്നിൻ്റെ സമ്മായിട്ട് നമ്മൾ എടുക്കാറുണ്ട്. നമ്മൾ കോമൺലി പറയുന്ന പ്രോപ്പർട്ടി ഇത് തന്നെയാണ്. C1 പ്ലസ് C2 വിൽ ഗിവ് C. അതാണ് മൂന്നാമത്തെ പ്രോപ്പർട്ടി. അപ്പം നമുക്ക് നോക്കാനുള്ളത്, നമുക്കൊരു ചെറിയ ക്വസ്റ്റ്യൻ നോക്കാം ഈ ലൈൻ ഇൻ്റഗ്രലിൻ്റെ തന്നെ. ഫൈൻഡ് ദ പാത്ത് ഓഫ് ഇസഡ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 1 പ്ലസ് 1/4 ഐ ഓഫ് ടി. ഇവിടെ ടിയുടെ ഇൻ്റർവൽ എന്ന് പറഞ്ഞാൽ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 എന്നാണ്. ഇപ്പം നമുക്കിവിടെ പാത്ത് എന്നും തരും അല്ലെങ്കിൽ കർവ് എന്നും തരും, രണ്ടും ഈക്വലാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഇസഡ് ഓഫ് ടി ഇങ്ങോട്ട് എഴുതുക. അപ്പോൾ ഇവിടെ ടി പുറത്ത് കിടക്കുകയാണ്, നമ്മൾ ടീനെ ബ്രാക്കറ്റിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ടി പ്ലസ് ഐ t/4 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമുണ്ട്. ആദ്യമേ നമ്മുടെ കർവ് സിൻ്റെ പാരാമെട്രിക് വാല്യൂ എന്താണ്? കർവ് സിൻ്റെ പാരാമെട്രിക് വാല്യൂ, പാരാമെട്രിക്കലി നമ്മളതിനെ എഴുതുന്നത് ഇങ്ങനെയാണ്. ഇസഡ് ഓഫ് ടി എന്ന് പറയുന്നത് എക്സ് ഓഫ് ടി പ്ലസ് ഐ വൈ ഓഫ് ടി എന്ന ഫോമിലാണ്. ഓക്കെ, അപ്പോൾ നോക്കിക്കോ. അപ്പോൾ ഇസഡ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി പ്ലസ് ഐ വൈ ഓഫ് ടി നമ്മൾ എഴുതി. ഇനി നോക്കിയേ, നമ്മൾ ഈ ഇക്വേഷനും നമ്മളുടെ ക്വസ്റ്റ്യനും തമ്മിൽ നമ്മളൊന്ന് കമ്പയർ ചെയ്യണം. കമ്പയർ ചെയ്യുമ്പോൾ നമുക്കിവിടെ എക്സ് ഓഫ് ടി എന്തായിട്ട് കിട്ടും? ടി എന്ന് കിട്ടും. അതായത് എക്സിൻ്റെ വാല്യൂ ടി ആണ്. അതേപോലെ വൈയുടെ വാല്യൂ എന്തെന്ന് കിട്ടും? t/4 എന്ന് കിട്ടും. ഓക്കെ,
ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ നിന്നും നമ്മൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. നമ്മൾ കോമൺലി എക്സിൻ്റെ വാല്യൂ ആണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. നിങ്ങൾക്ക് വൈയുടെ വേണമെങ്കിൽ അങ്ങനെയും കണ്ടുപിടിക്കാം. നമ്മൾ ഈ രണ്ട് ഇക്വേഷൻസ് ഇക്വേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ ടി ആണ്. അപ്പോൾ വൈ എന്ന് വെച്ചാൽ t/4 ആണ്. അപ്പോൾ നമുക്ക് ഈ ടിയുടെ സ്ഥാനത്ത് എക്സ് കൊടുക്കാം. ഇപ്പോൾ വൈ നമുക്ക് x/4 എന്ന് കിട്ടും. തീർച്ചയായിട്ടും നമ്മൾ അതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എക്സിൻ്റെ വാല്യൂ 4y എന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ എക്സിൻ്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നോക്കിയേ, ഇനി നമ്മളിവിടെ കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം ക്വസ്റ്റ്യനിൽ ടീന് 2 ഇൻ്റർവെൽസ് ഉണ്ട്. ഒന്ന് 1 ഉണ്ട് 6 ഉണ്ട്. അപ്പം നമ്മൾ ആദ്യം ടീക്ക് 1 അപ്ലൈ ചെയ്യണം. ഇതാണ്ട് 1 അപ്ലൈ ചെയ്തു. ടീക്ക് നമ്മൾ 1 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ എന്ത് വരും? 1 വരും. വൈയുടെ വാല്യൂ 1/4 വരും. അപ്പോൾ നമുക്കവിടെ കിട്ടുന്ന ഇൻ്റർവെലാണ് 1,1/4. 1 തൊട്ട് 1/4 വരെ. ഇനി നമുക്ക് അടുത്ത ഇൻ്റർവെൽ എന്ന് വെച്ചാൽ 6 ആണ്. അപ്പം നമ്മൾ എങ്ങനെ കൊടുക്കും? വെൻ ടി ഈസ് ഈക്വൽ ടു 6. അപ്പം നമുക്ക് എക്സിൻ്റെ വാല്യൂ 6 കൊടുക്കുമ്പോൾ ടിയുടെ വാല്യൂ 6 കൊടുക്കുമ്പോൾ എക്സ് 6 എന്ന് കിട്ടും. അതേപോലെ ടിയുടെ വാല്യൂ 6 കൊടുക്കുമ്പോൾ വൈ 6/4 എന്ന് കിട്ടും. നമുക്ക് അതിനെ വേണമെങ്കിൽ ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്ത് 3/2 എന്ന് എഴുതാം. ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ കിടന്നാലും മതി. അപ്പം നമുക്ക് എങ്ങനെ കോർഡിനേറ്റ് കിട്ടും? 6,6/4 എന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ നമ്മൾ 2 ഇൻ്റർവെൽസും ഇവിടുത്തെ ഉള്ളത് അപ്ലൈ ചെയ്ത് നമുക്ക് 2 കോർഡിനേറ്റുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ആദ്യത്തെ കോർഡിനേറ്റ് മാപ്സ് ടു രണ്ടാമത്തെ കോർഡിനേറ്റ്. അതായത് 1/4 ടേൺസ് ടു 6/4. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അതായത് നമ്മൾ പാത്ത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ കർവ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ കോർഡിനേറ്റ് 1,1/4 തൊട്ട് 6,6/4 ആയിരിക്കും അതിൻ്റെ കോർഡിനേറ്റ്, ആ കർവ് മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ പാത്ത് പോകുന്ന രീതി. ഓക്കെ, സിമ്പിളല്ലേ? സിമ്പിളാണ്. നമുക്ക് ക്വസ്റ്റ്യൻ തന്നെ z തന്നിട്ടുണ്ടാവും. നമ്മൾ അതിൽ നിന്ന് ആ ഇക്വേഷനിലിട്ട് x(t) ഉം y(t) ഉം കണ്ടുപിടിച്ച് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കുക. ഇൻ്റർവെൽ തരുന്നതനുസരിച്ച് നമ്മൾ t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ കോർഡിനേറ്റ് കണ്ടുപിടിക്കുക. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇതും അതേപോലെ സെയിം ക്വസ്റ്റ്യൻ ആണ്. z(t) ഈസ് ഈക്വൽ ടു 3 + i + 1 - i(t). ഇവിടെ ഇൻ്റർവെൽ 0 ≤ t ≤ 3 എന്നാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഐ പല സ്ഥലത്തായിട്ടൊക്കെയാണ് കിടക്കുന്നത്. അപ്പം നമ്മളതൊന്ന് അറേഞ്ച് ചെയ്ത് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഇതേപോലെ സെപ്പറേറ്റ് ആയിട്ട് എഴുതിയതിന് ശേഷം ഇതിൽ നിന്നും എക്സ് കണ്ടുപിടിക്കുക. എക്സ് 3 + t ആണ്, വൈ 1 - t ആണ്. എന്നിട്ട് നമ്മൾ അതൊന്ന് ഇക്വേറ്റ് ചെയ്ത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഈ എക്സ് ആയിരിക്കും നമ്മളെ കർവ് കേട്ടോ. നമ്മൾ മുന്നേ പറഞ്ഞ ക്വസ്റ്റ്യനിലും എക്സ് ഈസ് ഈക്വൽ ടു 4y എന്ന് കണ്ടുപിടിച്ചിരിക്കുന്നതാണ് നമ്മുടെ കർവ്. അത് ചിലപ്പോൾ പാരബോള ആവാം, ഹൈപ്പർബോള ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അതായിരിക്കും നമ്മളെ പാത്ത് എന്നും പറയുന്നത്. എന്നിട്ട് നമ്മൾ ടിക്ക് ആദ്യം 0 കൊടുക്കും, ടിക്ക് ആദ്യം പിന്നെ നമ്മൾ 3 കൊടുത്ത് 2 കോർഡിനേറ്റ് നമ്മൾ കണ്ടുപിടിച്ച് മാപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യമുണ്ട്. ഇതൊരു ടൈപ്പ് ഓഫ് ഇമ്പോൺ ആയിട്ടുള്ള ചോദ്യം തന്നെയാണ്. അതായത് നമുക്കൊരു ഇൻ്റഗ്രൽ z + 1/z dz ഉണ്ട്. ഒരു കർവാണ്, ഒരു ഫംഗ്ഷൻ ഉണ്ട്. വെയർ c ഈസ് ദ യൂണിറ്റ് സർക്കിൾ ഇൻ ദ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സി എന്ന് പറയുന്നത് ഇവിടുത്തെ നമ്മളെ സി എന്താണ്? ഒരു സർക്കിളാണ്. നമ്മളെ കർവ് ഇവിടെ സർക്കിളാണ്. അത് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് അത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ആദ്യം ചെയ്യണം. അതെ, അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇസഡിൻ്റെ വാല്യൂവിൻ്റെ കാര്യമാണ്. അതായത് നമുക്ക് പോളാർ ഫോമും ഉണ്ട്, അതേപോലെ തന്നെ കാർട്ടീഷ്യൻ ഫോമും ഉണ്ട്. അപ്പോൾ ഈ പോളാർ ഫോമിലാണ് നമ്മൾ ഇസഡിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? r(e⁻⁻θ) ഫോമിലല്ലേ. അപ്പോൾ ഇവിടെ r-ൻ്റെ വാല്യൂ 1 ആണ്. അതുകൊണ്ട് നമുക്ക് ഇസഡിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? e⁻⁻θ. അപ്പോൾ 1/z നമുക്ക് നെഗറ്റീവ്, കാരണം ഇത് z⁻⁻1 എന്ന് വരും. അപ്പം e⁻⁻⁻θ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. മാത്രമല്ല ഇവിടെ തീറ്റയുടെ വാല്യൂ 0 to 2π വരെ ആയിരിക്കും. ദാറ്റ് ഈസ് 0 തൊട്ട് 360 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇൻ്റഗ്രൽ c f(z) dz is equal to ഇപ്പോൾ നമ്മൾ എങ്ങനെ ആക്കി മാറ്റി? ഇൻ്റഗ്രൽ 0 to 2π. നമ്മൾ തീറ്റയിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലിമിറ്റ് മാറ്റി 0 to 2π ആക്കി. f(z0) ഇൻറ്റു z' ഇൻറ്റു dθ. ഇതാണ് ഇക്വേഷൻ. നമ്മൾ സാധാരണ രീതിയിൽ f(z)നെ c എന്ന് പറയുന്ന കർവിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇക്വേഷൻ ഇങ്ങനെയാണ്. ഇൻ്റഗ്രൽ c f(z0) ഇൻറ്റു z' dθ എന്നാണ്. അപ്പോൾ നോക്കിയേ, ഇൻ്റഗ്രൽ 0 to 2π. നമ്മളെ ഇവിടുത്തെ ഇസഡിൻ്റെ വാല്യൂ e⁻⁻θ പ്ലസ് e⁻⁻⁻θ ഇൻറ്റു i(e⁻⁻θ dθ എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഒരു i കോൺസ്റ്റൻ്റ് ആണ്, നമുക്ക് ബ്രാക്കറ്റിനെ പുറത്തെടുക്കാം. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 2π e⁻²iθ പ്ലസ് 1 എന്ന് കിട്ടും. കാരണം ഇവിടെ e⁻²⁻
e⁻⁻it അതും ക്യാൻസലായി പോയിട്ട് നമുക്ക് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇനി നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇതിന് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമുക്ക് e⁻²i⁻നെ 0 to 2π വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. 2i അവിടെ കിടക്കും ഡിനോമിനേറ്ററിൽ, പ്ലസ് തീറ്റനെ 0 to 2π ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് ആൻസർ 2πi എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇതിനെ പോളാർ ഫോമിലേക്ക് മാറ്റുന്നതും അതുപോലെ തന്നെ തീറ്റയുടെ വാല്യൂ 0 to 2π ആക്കുന്നതും ശ്രദ്ധിക്കണം. ഈ ഇക്വേഷനും മറക്കരുത്. ലൈൻ ഇൻ്റഗ്രലിൻ്റെ മെയിൻ ഇക്വേഷനാണത്. ഓക്കെ. ഇനി ഇതാണ് ഈ ക്വസ്റ്റ്യൻ കണ്ടോ, ഇമ്പാർട്ട് ഇൻ്റഗ്രൽ z² dz. ആ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. നമ്മൾ മുകളിൽ ചെയ്ത പോലെ തന്നെയാണ്, പക്ഷെ വ്യത്യാസം ട്രയാങ്കിൾ ആണെന്നേ ഉള്ളൂ. ട്രയാങ്കിൾ ആകുമ്പോൾ നമ്മൾ 3 കേസ് എടുത്ത് 3 രീതിയിലൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. അതിൻ്റെ സമ്മായിരിക്കും നമ്മളുടെ ലൈൻ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ. ഓക്കെ. ഇനി നമ്മൾ പറയാൻ പോകുന്ന അടുത്ത ടോപ്പിക് എന്ന് വെച്ചാൽ കോണ്ടൂർ ഇൻ്റഗ്രൽ എന്ന് പറയും. അതായത് നമ്മളൊരു ക്ലോസ്ഡ് പാത്തിൽ എങ്ങനെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇത്ര നേരം ലൈൻ, കർവ് അങ്ങനെയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. That is, a closed path that does not intersect itself is called a simple closed path or a contour. And an integral over such a path is called contour integral. Closed പാത്തിലുള്ള ഒരു സ്പേസിൻ്റെ ഇൻ്റഗ്രേഷൻ കണ്ടുപിടിക്കാനാണ് നമ്മൾ കോണ്ടൂർ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ആദ്യം നോക്കേണ്ട കാര്യം കോഷീസ് തിയറമാണ്. നമ്മൾ കോഷി-റൈമാൻ ഇക്വേഷനൊക്കെ ആദ്യം പഠിച്ചിട്ടുണ്ട് ഡിഫറൻസിയേഷനകത്ത്. ഇത് കോഷീസ് തിയറം ഓഫ് ഇൻ്റഗ്രേഷൻ ആണ്, കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ. അതായത് ഇപ്പം f(z) എന്ന് പറയുന്നൊരു അനലിറ്റിക് ഫംഗ്ഷനാണ്. അപ്പം നമ്മൾ ഓൾറെഡി ആദ്യമേ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഒരു അനലിറ്റിക് ഫംഗ്ഷൻ. കോഷി-റൈമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷൻസിനെയാണ് നമ്മൾ അനലിറ്റിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ f(z) എന്ന് പറയുന്നത് ഒരു അനലിറ്റിക് ഫംഗ്ഷൻ ആണെങ്കിൽ വിത്തിൻ ആൻഡ് ഓൺ എ സിമ്പിൾ ക്ലോസ്ഡ് കർവ് C, ഒരു കണ്ടീഷൻ ഉണ്ട്. എവിടെ ആയിരിക്കണം അത് അനലിറ്റിക് ആവേണ്ടത്? ഒന്നെങ്കിൽ C എന്ന കർവിനകത്തോ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് പുറത്തോ. ഓക്കെ. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ c(f(z) dz is equal to 0. നമ്മൾ ഇത്രയും നാളും ലൈൻ ഇൻ്റഗ്രലിൽ പറഞ്ഞത് ഇൻ്റഗ്രൽ c(f(z) dz എന്ന് മാത്രമേ ഉള്ളൂ. അത് ഇവിടെ എന്തിന് ഈക്വൽ ആയിരിക്കും? കോഷീസ് തിയറത്തിൽ ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി ഇവിടെ ഒരു ചെറിയ നോട്ടായിട്ട് ഞാൻ പറയുന്നുണ്ട്. അതായത് ഇൻ്റഗ്രൽ c1/z-z0 dz എന്ന് പറഞ്ഞാൽ 2πi ആണ്. കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു സിംഗിൾ ക്ലോസ്ഡ് പാത്തിൻ്റെ അകത്ത്. ആ വാല്യൂ നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി നമുക്ക് അടുത്തത് കോഷീസ് ഇൻ്റഗ്രൽ തിയറം ഫോർ മൾട്ടിപ്പിൾ കണ്ടർ റീജിയൻ നോക്കണം. അതും ഇതേപോലെ തന്നെ സെയിം ആണ്. അപ്പോൾ നമുക്ക് ഒരുപാട് കർവുകൾ ഉണ്ടാവും, C1 C2 എക്സെട്ര ടിൽ CN വരെ എന്നുള്ളത് എവിടെയായിരിക്കും ലൈ ചെയ്യുന്നത്? C എന്ന് പറയുന്ന ഒരു ഒറ്റ കർവിലായിരിക്കും. അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ c(f(z) dz is equal to ഇൻ്റഗ്രൽ c1(f(z) dz പ്ലസ് ഇൻ്റഗ്രൽ c2(f(z) dz പ്ലസ് എക്സെട്ര ടിൽ ഇൻ്റഗ്രൽ cn(f(z) dz. ഒരുപാട് കണക്റ്റഡ് റീജിയൻസ് ഉണ്ടെങ്കിൽ ഓരോ റീജിയൻസിൻ്റെയും ഇൻ്റഗ്രൽ കണ്ടുപിടിച്ചത് നമ്മൾ ആഡ് ചെയ്താൽ നമുക്കതിൻ്റെ ഫുൾ ഇത് കിട്ടുന്നതായിരിക്കും. അതാണ് കോഷീസ് ഇൻ്റഗ്രൽ തിയറം ഫോർ മൾട്ടിപ്ലി കണക്റ്റഡ് റീജിയൻ. ഓക്കെ. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ c(e⁻z² dz ഓവർ ദ കർവ് mod z is equal to 1. അപ്പോൾ ഇവിടെ നമുക്ക് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ mod zൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. mod z is equal to 1 ആണ് നമ്മുടെ കർവ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ചെറിയ റഫായിട്ട് mod z is equal to 1ൻ്റെ ഒരു സിമ്പിളായിട്ട് ഗ്രാഫ് വരച്ച് നോക്കാം. ഇനി നോക്കിയേ, ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈസ് e⁻z², നമ്മൾ f(z) അനലിറ്റിക് ആണോ എന്നാണ്. അപ്പം ഈ ഫംഗ്ഷൻ ആക്ച്വലി അനലിറ്റിക് ആണ്. അനലിറ്റിക്കലി എവ്രിവെയർ വിത്തിൻ ആൻഡ് എനിവെയർ. അതായത് mod z is equal to 1 എന്ന് പറയുന്ന കർവിൽ e⁻z² അനലിറ്റിക് ആണ്. അതുകൊണ്ട് തന്നെ ഇത് എന്തായിരിക്കും? കോഷി തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതായത് ഇൻ്റഗ്രൽ c(e⁻z² dz is equal to 0 നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി താണ്ടെ അടുത്തൊരു ചോദ്യമുണ്ട്. ഇൻ്റഗ്രൽ c(e⁻z/z² പ്ലസ് 9 dz ദ കർവ് c mod z is equal to 2. mod z is equal to 2 ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം f(z) എഴുതുക. എന്നിട്ട് നമ്മൾ ഈ mod z is equal to 2 വെച്ചൊരു ഫിഗറൊക്കെ വരച്ച് നോക്കുക. എന്നിട്ട് നോക്കിയേ, ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ ഇങ്ങ് എടുക്കണം. എടുത്തിട്ട് ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ, അതായത് അത് അനലിറ്റിക് ആണോ അല്ലേ നോക്കാം. നോക്കിയേ, ഇവിടെ നമുക്ക് ഇസഡിന് ±3i എന്ന് കിട്ടുന്നുണ്ട്. അപ്പം നോക്കിയേ, ഇതിൻ്റെ അർത്ഥം എന്താ? നമുക്കൊരു പ്രത്യേകിച്ചൊരു വാല്യൂ കിട്ടുന്നുണ്ട്.
ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മളുടെ കർവ് എന്ന് പറഞ്ഞാൽ മോഡ് ഇസഡ് ഇസ് ഈക്വൽ ടു 2 ആണ്. ഈ 2 എന്ന് പറയുന്നതിൻ്റെ പുറത്തല്ലേ -3യും +3യും വരുന്നത് അല്ലേ? ദാ ഞാനിവിടെ ചെറുതായിട്ടാണ് വരച്ചേക്കുന്നത്, ഞാൻ സൂം ചെയ്ത് കാണിക്കാം നിങ്ങളെ. ദാ നോക്കിയേ, -3യും ആ കർവിൻ്റെ പുറത്താണ്, +3യും ആ കർവിൻ്റെ പുറത്താണ്. അപ്പം തീർച്ചയായിട്ടും എന്തായിരിക്കും? ഈ ഫംഗ്ഷൻ അനലിറ്റിക് ആയിരിക്കും. അപ്പം നമുക്കിതിനെ എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ സി എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ഈക്വൽ 0, അതായത് ഇൻ്റഗ്രൽ സി e⁻z/z² + 9dz എന്ന് പറഞ്ഞാൽ 0 ആണ്. അതായത് ഈ ഫംഗ്ഷൻ ഒരു അനലിറ്റിക് ആണ്. അപ്പോൾ ഇത് കോഷി-റൈമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പം അനലിറ്റിക് ആവാത്ത പോയിന്റുകളാണ് ഇത്, കേട്ടോ. ഇനി ഇതും അതേപോലത്തെ സെയിം ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. ക്വസ്റ്റ്യനും ആൻസറും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉത്തരം കിട്ടുന്നൊരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യനും ഉണ്ട്, അപ്പോൾ അതും നിങ്ങളൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, ഇനി ഇവിടെ ഒരു ചെറിയ നോട്ടായിട്ട് പറയുന്നുണ്ട്. ബൈ കോഷീസ് തിയറം എഫ് ഓഫ് ഇസഡ് ഇസ് അനലിറ്റിക്കലി input the point plus or minus 2π plus minus 6π etc. But these points are outside the curve mod z is equal to 1. F of z is analytic within and on that curve mod z is equal to 1. ഇത് ആക്ച്വലി ഈ പ്രോബ്ലത്തിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾ ഈ പ്രോബ്ലം ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഐഡിയ കറക്റ്റായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇനി നമ്മളുടെ അടുത്ത ടോപ്പിക് എന്ന് വെച്ചാൽ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുലയാണ്. അതായത് നമ്മൾ നേരത്തെ പഠിച്ചത് കോഷീസിൻ്റെ തന്നെ ഒരു ഫോർമുലയാണ്, പക്ഷെ അത് എന്താണ് ആക്ച്വലി? ഇൻ്റഗ്രൽ തിയറമാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കോഷീസിൻ്റെ ഇൻ്റഗ്രൽ ഫോർമുലയാണ്. അപ്പോൾ ആ ഫോർമുല ഇങ്ങനെയാണ്. നമ്മളുടെ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അനലിറ്റിക് ആണ് വിത്തിൻ ആൻഡ് ഓൺ എ സിമ്പിൾ ക്ലോസ്ഡ് കർവ് സി. അതുകൊണ്ട് തന്നെ എ ഈസ് എനി പോയിന്റ് ഇൻറ്റീരിയർ സി. അപ്പോൾ സി എന്ന് പറയുന്ന കർവിൻ്റെ അകത്തും അതിൻ്റെ ചുറ്റളവിലും എഫ് ഓഫ് ഇസഡ് അനലിറ്റിക് ആണ്. അങ്ങനെയെങ്കിൽ എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ആ സിക്കകത്ത് ഉണ്ടെന്ന് നമ്മളങ്ങ് വിചാരിക്കുക. അപ്പം ഇൻ്റഗ്രൽ സി എഫ് ഓഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് എ ഡി ഇസഡ് ഇസ് ഈക്വൽ ടു 2πi എഫ് ഓഫ് എ. ഇതാണ് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല. ഒന്നുകൂടെ പറയാം, ഇൻ്റഗ്രൽ എഫ് ഓഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് എ ഡി ഇസഡ് ഇസ് ഈക്വൽ ടു 2πi എഫ് ഓഫ് എ. ഓക്കെ, അത് വെച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ആക്ച്വലി നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ഇതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. സി കർവ് ആണ്, അത് കർവ് നമുക്ക് തന്നിട്ടുണ്ട് മോഡ് ഇസഡ് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? എഫ് ഓഫ് ഇസഡ് കോസ് ഇൻ്റഗ്രൽ സി കോസ് 2z ബൈ 4z ഡി ഇസഡ് നമ്മൾ എടുത്തെഴുതുക. ഇത് നമ്മൾ ആദ്യം അനലിറ്റിക് ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യുക. എങ്ങനെ ചെക്ക് ചെയ്യും? ഡിനോമിനേറ്റർ നോക്കിയാൽ മതി അല്ലേ. 4z is equal to 0 എന്നാണ്. അപ്പോൾ ഇസഡിൻ്റെ വാല്യൂ 0 എന്നായിരിക്കും. 0 എന്ന് പറയുന്നത് തീർച്ചയായിട്ടും 1ൻ്റെ അകത്താണ് അല്ലേ. അപ്പോൾ ഇസഡ് ഇസ് ഈക്വൽ ടു 0 ഈസ് എനി പോയിന്റ് ഇൻറ്റീരിയർ ടു സി ആണല്ലോ. ഇൻറ്റീരിയർ ടു സി ആണ്, അപ്പോൾ ഇത് ഓക്കെ ആണല്ലോ. അപ്പം ഈ ഫംഗ്ഷൻ അനലിറ്റിക് ആണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇവിടെ മാത്രമേ 4z എടുത്ത് നോക്കൂ. ഇനി നമ്മൾ എഫ് ഓഫ് ഇസഡായിട്ട് കൺസിഡർ ചെയ്യുമ്പം cos 2z മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പം നമുക്ക് ആ ഇക്വേഷൻ എഴുതാം. ഇൻ്റഗ്രൽ സി എഫ് ഓഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് എ ഡി ഇസഡ് ഇസ് ഈക്വൽ ടു 2πi എഫ് എ. അപ്പം നമുക്കിവിടെ 1/4 കോൺസ്റ്റൻ്റ് ആണ് പുറത്തെടുക്കാം. ഇൻ്റഗ്രൽ മോഡ് ഇസഡ് ഇസ് ഈക്വൽ ടു 1 ആണ്. cos 2z ബൈ ഇസഡ് മൈനസ് 0 ഡി ഇസഡ്. അതായത് ഇവിടെ എയുടെ വാല്യൂ 0 ആണ്, കാരണം എ എന്ന് പറയുന്നത് സിൻ്റെ അകത്തുള്ള ഏതോ ഒരു പോയിൻ്റ് ആണ്. 4z ഇസ് ഈക്വൽ ടു 0ലേക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇസഡിൻ്റെ വാല്യൂ 0 കിട്ടും. അപ്പോൾ എയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ വരും? 1/4 2πi എഫ് ഓഫ് 0 എന്ന് കിട്ടും. അത് നമുക്ക് എന്തെന്ന് പറഞ്ഞ് കിട്ടും? πi/4. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള വാല്യൂ. ഇതേപോലെ തന്നെയാണ് താഴത്തെ ഈ പ്രോബ്ലം ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ആദ്യം ഇതേപോലെ 2z-1 നമ്മൾ ഇക്വേറ്റ് ചെയ്ത് അത് ഫംഗ്ഷൻ അനലിറ്റിക് ആണോ അല്ലെങ്കിൽ നമ്മൾ നോക്കുക. അതിനുശേഷം നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് അത് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ മോഡ്യൂളിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണ് പവർ സീരീസ്. അതായത് നമുക്ക് ഒരുപാട് ടൈപ്പ് സീരീസ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീരീസാണ് പവർ സീരീസ്. ഈ പവർ സീരീസ് എന്ന് പറയുന്നത് വിൽ ബി ദ പവർ ഓഫ് z0. അതായത് ജനറലി നമുക്കിങ്ങനെ പറയാനായിട്ട് പറ്റും. സിഗ്മ n ഈസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി an z z0 ദ ഹോൾ റൈസ് ടു n ഈസ് ഈക്വൽ ടു a0 പ്ലസ് a1 ഓഫ് z minus z0 the whole dash plus a2 of z minus z0 the whole square plus etc എന്ന് പറഞ്ഞു പോകും. ഇവിടെ
A1 A2 AN എന്ന് പറയുന്നതെല്ലാം കോംപ്ലക്സ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. പിന്നെ ബാക്കിയുള്ളതെല്ലാം കോയിഫിഷ്യൻറ്റുകളും ആയിരിക്കും. അപ്പം ഈ പവർ സീരീസിൻ്റെ നകത്ത് വരുന്നൊരു 2 ടൈപ്പ് സീരീസാണ് ടെയ്ലർ ആൻഡ് മാക്ലോറിൻ സീരീസ്. അപ്പോൾ എന്താണ് ടെയ്ലർ സീരീസ് എന്നും എന്താണ് മാക്ലോറിൻ സീരീസ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം, ഇഫ് f of z is an analytic function in a domain D, അതായത് ഒരു ഡൊമൈൻ D ഉണ്ട്, ആ ഡൊമൈൻ Dയിലെ ഒരു അനലിറ്റിക് ഫംഗ്ഷനാണ് f of z എന്ന് നമ്മൾ സങ്കല്പിക്കുക. ആൻഡ് ലെറ്റ് z is equal to z0 ആൻഡ് എനി പോയിന്റ് ഇൻ D, ദെൻ ടൈലർ സീരീസ് is, അതായത് ഡിയിലെ D എന്ന ഡൊമൈനിലെ ഏതോ ഒരു പോയിന്റ് ആണ് z is equal to z0. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടൈലർ സീരീസ് എങ്ങനെ എഴുതാം? f of z is equal to f of 0 plus z minus z0 by 1 factorial into f dash of z0 plus z minus z0 the whole square by 2 factorial into f double dash of z0 plus etc എന്ന് പറഞ്ഞു പോകും. അപ്പോൾ ഈ രീതിയിൽ റിപ്പീറ്റ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ ടൈലർ സീരീസ് എന്ന് പറയുന്നത്. ഇനി മാക്ലോറിൻ സീരീസ് എന്ന് വെച്ചാൽ, മാക്ലോറിൻ സീരീസ് ടൈലർ സീരീസ് വിത്ത് സെൻറ്റർ z is equal to 0. ഇവിടെ ഡൊമൈനിലുള്ള ഏതോ ഒരു പോയിന്റ് ആണ് z is equal to z0. പക്ഷേ മാക്ലോറിൻ സീരീസ് ആകുമ്പം z0യുടെ വാല്യൂ 0 തന്നെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? f of z is equal to f0 plus z by 1 factorial into f dash of 0 plus x square by 2 factorial into f double dash of 0 plus x cube by 3 factorial into f triple dash of 0 plus etc എന്ന് പറഞ്ഞ് പോകും. ഇതാണ് വ്യത്യാസം. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ മാക്ലോറിൻ സീരീസ് ഓഫ് f of z is equal to cos z. ഇപ്പോൾ cos z-ൻ്റെ മാക്ലോറിൻ സീരീസ് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം മാക്ലോറിൻ സീരീസ് നല്ല വ്യക്തമായിട്ട് എഴുതി വെക്കുക. നമുക്ക് f of z cos z ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് f of z കിട്ടി. ഇനി നോക്കിയേ, മാക്ലോറിൻ സീരീസാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ? z0യുടെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ മാക്ലോറിൻ സീരീസ് എഴുതി. അപ്പം നമുക്ക് f of z ഉണ്ട്, അതിനുശേഷം നമ്മൾ എഫ് ഡാഷ് ഓഫ് ഇസഡ് കണ്ടുപിടിക്കേണ്ടി വരും. അതേപോലെ എഫ് ഡബിൾ ഡാഷ് ഓഫ് ഇസഡ്, എഫ് ത്രിബിൾ ഡാഷ് ഓഫ് ഇസഡ്, എഫ് റൈസ്ഡ് ഫോർത്ത് ഓഫ് ഇസഡ്. ഇനി ഈ കോസ് ഇസഡിനകത്ത് 0യുടെ വാല്യൂ കൊടുക്കുക. കോസ് 0 1 ആണ്. ഇനി നമുക്ക് മൈനസ് സൈൻ ഇസഡ് കിട്ടും. അതിനകത്ത് നമ്മൾ 0യുടെ വാല്യൂ എടുക്കുമ്പോൾ 0 വരും. മൈനസ് കോസ് ഓഫ് 0 എന്ന് വെച്ചാൽ -1 ആണ്, സൈൻ 0 എന്ന് വെച്ചാൽ 0 ആണ്, കോസ് 0 1 ആണ്. അപ്പോൾ കിട്ടിയിട്ടുണ്ടല്ലോ. ഇത് നമുക്ക് ആക്ച്വലി നിങ്ങൾ വിചാരിക്കും നമ്മളിത് എത്ര ടേം എഴുതണമെന്ന് വിചാരിക്കും. അത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്, നമ്മളെ ക്വസ്റ്റ്യൻ വളരെ ചെറുതാണെങ്കിൽ നമുക്ക് ഒരുപാട് ടേമുകൾ ആഡ് ചെയ്യാം. ക്വസ്റ്റ്യൻ വലുതാണെങ്കിൽ കുറച്ച് ടേമുകൾ മതിയാവും. അപ്പം നമുക്കിപ്പോൾ ഓൾറെഡി എല്ലാത്തിൻ്റെ വാല്യൂവും കിട്ടി. f0 കിട്ടി, f dash of 0 കിട്ടി, എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ f of z is equal to, ഇവിടെ നമുക്ക് f of 0 എന്താണ്? 1 plus z by 1 factorial into 0 plus z square by 2 factorial into -1 plus z cube by 3 factorial into 0 plus z raised to 4 by 4 factorial into 1 എന്ന് കിട്ടി. ഇനി നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഒരു സീരീസ് ജനറേറ്റ് ചെയ്യും. ഈ സീരീസാണ് നമ്മളുടെ മാക്ലോറിൻ സീരീസ്. അപ്പം ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ ജനറേറ്റ് ചെയ്ത മാക്ലോറിൻ സീരീസാണ് ഈ കാണുന്നത്. സിമ്പിളാണ്. ആദ്യമേ ഈ ഇക്വേഷൻ അങ്ങ് എഴുതി കഴിഞ്ഞിട്ട് അതിലുള്ള ടേംസ് നമ്മൾ f of z വെച്ച് കണ്ടുപിടിച്ചാൽ മാത്രം മതി. ഇവരൊന്നും ചെയ്യാനായിട്ടില്ല. ഇത് നമുക്ക് മാക്ലോറിൻ സീരീസിലായാലും ടൈലർ സീരീസിലായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സീരീസുകൾ വരുമ്പോൾ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നോട്ടാണ്. ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഈ രീതിയിൽ വരുന്നതിനെയൊക്കെ നമുക്ക് ഈ രീതിയിൽ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഒരു ടൈലർ സീരീസും കൂടെ നോക്കാം. അപ്പോൾ f of z is equal to 1 by z square ആണ്. z0യുടെ വാല്യൂ 2 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്, ഇവിടെ നമുക്ക് z0 2 ആണെങ്കിൽ തീർച്ചയായിട്ടും z എന്ന് പറയുന്നത് z minus 2 ആയിരിക്കും. അപ്പം നോക്കിയേ, നമ്മൾ ആദ്യം 1 by z square എന്ന് എഴുതുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് z-ൻ്റെ വാല്യൂ z minus 2 ആണ്. അപ്പോൾ ഇവിടെ ഒരു +2 കൂടെ ആഡ് ചെയ്യണം, എങ്കിലേ അത് സിങ്ക്രണൈസ് ആവത്തുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 1 by z minus 2 plus 2 the whole square എന്ന് എഴുതും. ഇനി നമ്മൾ വേരിയബിൾ ഫോമിൽ വെച്ചിട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്ന വഴി ഇവിടുന്ന് ഒരു 2 കോമൺ എടുത്ത് കഴിയുമ്പം നമ്മളെ സീരീസ് ഇങ്ങനായിട്ട് മാറും. ഇനി നോക്കി ഈ ഒരു സീരീസ് കണ്ടോ, 1 plus xz minus 2 by 2 the whole raised to -2. അത് സോൾവ് ചെയ്യാനാണ് ഇത്. അപ്പോൾ 1 by x raised to the whole raised to -2 എന്ന് കണ്ടോ, അത് നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? ഈ രീതിയിലായിരിക്കും സോൾവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ സീരീസിൻ്റെ അവിടെ അത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇസറിൻ്റെ വാല്യൂ മാറുമെന്ന് മാത്രമേ ഉള്ളൂ. അത് അപ്ലൈ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ
ഇവിടെ എല്ലാം Z-2ൻ്റെ പവറുകൾ വെച്ചിട്ടായിരിക്കും ആഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ Z-2/2 വിൽ ബി ഓൾവേസ് ലെസ് ദാൻ 1 എന്ന് എടുക്കുക. അപ്പം നമ്മൾ ഇൻ്റർവൽ എങ്ങനെ കിട്ടും? mod Z-2 ലെസ് ദാൻ 2 എന്ന് കിട്ടും. ഇത് ആക്ച്വലി ഒരു കർവ് തന്നിട്ട് നമ്മൾ ടൈലർ സീരീസ് ചെയ്യുന്നതിനെ പറഞ്ഞേക്കുന്നത്. ഇനി സിമ്പിളായിട്ട് നിങ്ങളുടെ ടൈലർ സീരീസാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ മാക്ലോറിൻ ചെയ്യുന്ന പോലെ തന്നെ ആദ്യം ടൈലർ സീരീസിൻ്റെ സീരീസ് എഴുതിയതിന് ശേഷം അതിൽ കണ്ടുപിടിക്കേണ്ട വേരിയബിൾസ് കണ്ടുപിടിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി, നമുക്ക് സീരീസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളുടെ 4th മോഡ്യൂൾ എന്ന് പറയുന്നത്.